പ്രസിദ്ധമായിട്ടുള്ള തോമസ് ഹാർഡിയുടെ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ പേര് നീ എൻ്റെ കുഴി മാന്തുകയാണോ എന്നാണ്. ഒരു യുവതി മരിച്ചു. യുവതി മരിച്ച് വീട്ടുകാർ യുവതിയെ കൊണ്ടുപോയി സെമിത്തേരിയിൽ അടക്കി. ആ യുവതിക്ക് ആ ദിവസം ഉണ്ടാകുന്ന ഒരനുഭവമാണ്, അന്ന് വൈകുന്നേരം അവൾക്ക് തോന്നുക അവളുടെ കുഴി ആരോ മാന്തുകയാണ്. ആരായിരിക്കും കുഴി മാന്തുക? ആദ്യം അവൾ വിചാരിച്ചു എൻ്റെ മാതാപിതാക്കളായിരിക്കും. പക്ഷേ മാതാപിതാക്കൾക്ക് എന്ത് കാര്യം? അവരിത്രയും നാൾ എന്നെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ അവരെൻ്റെ കുഴി വന്ന് മാന്തണ എന്ത് കാര്യത്തിനാ? ആയിരിക്കില്ല. പിന്നീട് അവൾ ചിന്തിച്ചു എൻ്റെ സുഹൃത്തുക്കളായിരിക്കും. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ടായി. എൻ്റെ സന്തോഷങ്ങളിലും അവർ പലരും പങ്കുവഹിച്ചിട്ടുണ്ട്. അവരായിരിക്കാം ചിലപ്പോൾ വളരെ സ്നേഹത്തോടു നിന്ന് എൻ്റെ കുഴി മാന്തുന്നത്. പക്ഷേ അതിനും അങ്ങനെയുള്ള അത്രമാത്രം ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എന്നെ ശ്രദ്ധിക്കുവാനായിട്ടുള്ള സുഹൃത്തുക്കളൊന്നും എനിക്കില്ല. അതുമല്ല, അവസാനം അവൾ ചിന്തിച്ചു എൻ്റെ വീട്ടിലെ ഞാൻ ഓമനിച്ചു വളർത്തിയ എൻ്റെ നായക്കുട്ടിയായിരിക്കും. അപ്പോൾ പുറത്തു നിന്നും നായക്കുട്ടി പറഞ്ഞു, അതെ, ഞാനാണ് നിൻ്റെ കുഴി മാന്തുന്നത്. പക്ഷേ നിന്നെ സൂക്ഷിക്കാനോ നിന്നെ കാണുവാനോ അല്ല, ഞാനൊരു എല്ലിൻ്റെ കഷ്ണം കുഴിച്ചിടാൻ വന്നതാ. ഇനി ഈ വഴിക്ക് വരുമ്പോൾ ആ എല്ലെടുത്ത് തിന്നാൻ വേണ്ടിയിട്ടാണ്. ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് കവിത. നായക്കുട്ടി പോലും നമുക്കറിയാം, അവസാനം ഒരു നായക്കുട്ടിയുടെ സ്നേഹം അത് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ തിരിച്ചറിയും. പക്ഷെ അവിടെ പോലും ആ നായക്കുട്ടി സ്വന്തം കാര്യത്തിന് വേണ്ടി വന്നത്. ബന്ധങ്ങളെല്ലാം ശിഥിലീകരിക്കപ്പെടുന്നൊരവസ്ഥയിൽ നാം ഒറ്റപ്പെട്ടു പോകുന്ന ആ അവസ്ഥ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ അവിടെ നമ്മൾ തളരാൻ പാടില്ല. ഇതിനൊക്കെ അതീതമായിട്ടുള്ളൊരു ബന്ധം നമുക്കുണ്ട്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന ദൈവത്തിൻ്റെ ഉറപ്പ്. ഇത് കുറിപ്പിൻ്റെ ഉറപ്പൊന്നുമല്ല, 100% ഉറപ്പാണ്. 100% സർട്ടിനിറ്റിയാണത്. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ ഒരിക്കലും തന്നെയല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ആ കരളുറപ്പ്, അത് നമ്മുടെ യുവത്വത്തിന് ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും വഴിതെറ്റി പോകുന്നത് നമുക്ക് ആരുമില്ല, എൻ്റെ അപ്പൻ എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ ടീച്ചേഴ്സ് എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ എവിടേക്ക് പോകും എന്നുള്ള ചിന്ത നമ്മളെ അവശരാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ വിശ്വാസത്തിൽ അടിയുറപ്പുള്ള, വിശ്വാസത്തിൽ വേരൂന്നിയ ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ ആരൊക്കെ ഉപേക്ഷിച്ചാലും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ബോധ്യം നമ്മിലുണ്ടാകും. ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ എല്ലാ ബന്ധങ്ങൾക്കും അടിസ്ഥാനം ഉണ്ടാകുന്നത്. വില്യം ഫോക്നറുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവലുണ്ട്, ആസ് ഐ ലേ ഡൈയിങ്, ഞാൻ മരിക്കാൻ കിടക്കുമ്പോൾ എന്നാണ് ആ നോവലിൻ്റെ പേര്. അതിൻ്റെ ആദ്യത്തെ ഭാഗം വളരെ രസകരമാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ അമ്മ മരിക്കാൻ കിടക്കുക. നമുക്കറിയാമല്ലോ, അമ്മ പ്രായമായി മരിക്കാൻ കിടക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും വീട് ഒരു ആഘോഷത്തിൻ്റെ പ്രതീതിയാവും. കാരണം കെട്ടിച്ചു വീട്ട മക്കൾ വരുന്നു, അല്ലെങ്കിൽ ചേട്ടന്മാർ വരുന്നു, ബന്ധുക്കൾ വരുന്നു, അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ ആകെപ്പാടെ ഒരു ആഘോഷത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ പ്രായമായി അമ്മ മരിക്കാൻ കിടക്കുക. ഈ അമ്മയുടെ, ഈ സ്ത്രീയുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഭർത്താവും അവിടെയുണ്ട്. ഭർത്താവിനാകെ സങ്കടമാണ്. കാരണം സാധാരണ ഭാര്യ മരിച്ചാൽ ഭർത്താവിൻ്റെ ജീവിതം ഒരു ഏകാന്തത അനുഭവപ്പെടാം. അപ്പോൾ ആ ചിന്തകളൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ വില്യം ഫോക്നർ പറയുക, ഇവരുടെ ഓരോരുത്തരുടെയും അപ്പൻ്റെയും മക്കളുടെയും ഉള്ളിലേക്ക് കടന്ന് ഈ മരണത്തെ ഒന്ന് വിശകലനം ചെയ്യുകയാണ് ഈ നോവലിൻ്റെ ആദ്യ ഭാഗം. അപ്പോൾ ഈ കാർന്നോർക്ക് ഭാര്യയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എത്രയും വേഗം ഇവളൊന്ന് തട്ടിക്കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്ത കാർന്നവരുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ വായിൽ ആർട്ടിഫിഷ്യൽ ടീത്ത്, വെപ്പ് പല്ലാണ് ഉള്ളത്. ആ വെപ്പ് പല്ല് ദ്രവിച്ചു തുടങ്ങി. അതൊന്ന് മാറ്റിയെടുക്കണം. അവിടെ നിന്ന് ഗ്രാമത്തിലുള്ള ഫാർമസിയിൽ അത് മേടിക്കാൻ പറ്റില്ല. അത് വാങ്ങിക്കാൻ പട്ടണത്തിൽ പോകണം.
പക്ഷെ അത് വളരെ പൈസ ചിലവുള്ള കാര്യമാണ്, വണ്ടിക്കൂലി. അപ്പോൾ അദ്ദേഹം നോക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഗ്രാമത്തിൽ സിമിത്തേരി ഇല്ല. അവിടെ ആരെങ്കിലും മരിച്ചാൽ പട്ടണത്തിൽ നിന്നും സിമിത്തേരിയിൽ നിന്നും ശവവണ്ടി നാട്ടിലെത്തും. ഈ ശവവണ്ടിയിൽ കയറ്റിയിട്ടാണ് ഈ മൃതദേഹം കൊണ്ടുപോകുന്നത്. അപ്പോൾ ശവവണ്ടിയിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് കയറിയിരിക്കാം. അപ്പോൾ കാർന്നൂർ നോക്കിയിരിക്കുന്നത്, ഇവൾ മരിച്ചിട്ട് വേണം ഈ ശവവണ്ടിയിൽ കയറി ചുളുവിന് പട്ടണത്തിലെത്തി ശവസംസ്കാരം കഴിയുമ്പോൾ അവിടുത്തെ ഫാർമസിയിൽ നിന്നും ഒരു വെപ്പുവല്ല് വാങ്ങിച്ചു കൊണ്ടുവരാൻ. പാവത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മൂത്ത മകനുണ്ട്, ഇവൻ അവിടെയൊന്നുമില്ല. അവൻ പറമ്പിൽ നിൽക്കുന്ന ഒരു മരം വെട്ടി ശവപ്പെട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നാടിൻ്റെ സംസ്കാരമനുസരിച്ച് അപ്പച്ചനോ അമ്മച്ചിയോ മരിച്ചാൽ അവർക്ക് ശവപ്പെട്ടി വാങ്ങിക്കേണ്ടത് മൂത്ത മകൻ്റെ അവകാശമാണ്. അപ്പോൾ അവൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കടയിൽ നിന്നും ഒരു ശവപ്പെട്ടി വാങ്ങിക്കണമെങ്കിൽ പൈസ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതാവുമ്പോൾ വീട്ടിൽ നിൽക്കുന്ന മരം സ്വന്തം കൈകൊണ്ട് അമ്മയ്ക്കൊരു ശവപ്പെട്ടി പണിതു എന്നുള്ള ചരിതാർത്ഥ്യവുമായി പൈസ ചെലവും കുറഞ്ഞു കിട്ടും. നമുക്കും പുള്ളിനെയും കുറ്റം പറയാൻ ഇല്ല. രണ്ടാമത്തെ മകൻ കുതിരക്കച്ചവടക്കാരനാണ്. കച്ചവടക്കാരൻ്റെ മനോഭാവം നമുക്ക് കൃത്യമായിട്ടറിയാലോ. പുള്ളിക്ക് കച്ചവടമാണ് വലുത്, കുതിരയാണ് വലുത്. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മ മരിച്ചോ മരിച്ചില്ലേ എന്ന് അന്വേഷിച്ചിട്ട് പോകും. പുള്ളിയുടെ ഭാര്യയും മക്കളൊക്കെ ഇവിടെയുണ്ട്. മറ്റൊരു മകൻ മന്ദബുദ്ധിയാണ്. മന്ദബുദ്ധിയായത് കൊണ്ട് ഇവനധികം ചിന്തിക്കാനായിട്ടുള്ള വകുപ്പില്ല. പക്ഷെ തീറ്റപ്രിയനാണ്. അപ്പോൾ തീറ്റപ്രിയൻ, മന്ദബുദ്ധികൾ ചിലപ്പോൾ തീറ്റപ്രിയന്മാരാകാം എന്ന് വിചാരിച്ച് തീറ്റപ്രിയന്മാരൊക്കെ മന്ദബുദ്ധികളൊന്നുമല്ല. അപ്പോൾ ഈ മന്ദബുദ്ധി പയ്യൻ ഈ മീൻകറി എന്ന് വെച്ച ജീവനാണ്. അപ്പോൾ ഇവൻ അമ്മേനെ കാണുമ്പോൾ ഒരു വലിയ മീൻ ഇങ്ങനെ കിടക്കണ ഒരു തോന്നൽ, അത്രയേ ഉള്ളൂ അവന്. പിന്നെ മറ്റൊരു മകനുണ്ട്, അവൻ തത്വചിന്തകനാണ്. അവൻ്റെ വിചാരം താത്വികമായിട്ടാണ്. എന്തിനാ അമ്മ കിടന്ന് ഇങ്ങനെ നരകി, എത്രയും വേഗം അങ്ങ് മരിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നു എന്ന് മാത്രം ചിന്തിക്കുന്ന മകൻ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർക്കൊരു മകളുണ്ട്, അമ്മയ്ക്കുള്ള ഏക മകളാണ്. ഈ മകൾ അമ്മയെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൾക്കും അമ്മ എത്രയും വേഗം ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്തയുണ്ട്. അതെന്താ കാരണം എന്നറിയോ? അവളുടെ ഉദരത്തിൽ അവിഹിത ബന്ധത്തിലൂടെ ഉണ്ടായ ഒരു കുട്ടി വളരുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ ഗ്രാമത്തിൽ ഗർഭചിത്രം നടത്താനായിട്ടുള്ള വഴിയില്ല. അമ്മ മരിച്ചിട്ട് വേണം പട്ടണത്തിൽ ചെന്ന് ചുളുവിൽ ഒരു ഗർഭചിത്രം നടത്തിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകും. പ്രിയമുള്ളവരെ, വില്യം ഫോക്നർ ഏറ്റവും പുണ്യകരമായ ബന്ധമുണ്ടാകേണ്ട കുടുംബ ബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക്, അതിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടക്കുകയാണിവിടെ. എല്ലാവരും പുറത്ത് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും അകത്ത് സ്വാർത്ഥതയുണ്ട്. നമ്മുടെ ബന്ധങ്ങളിലും ഇങ്ങനെ ഉണ്ടാകാം. ആധുനിക കുടുംബ ചിത്രങ്ങളിൽ ഇതിലും ഇതിൻ്റെ അപ്പുറത്തും ഉണ്ടാകാം. ബന്ധങ്ങളിൽ നമുക്ക് പലപ്പോഴും വിശ്വാസ്യത നഷ്ടപ്പെടുന്ന അനുഭവങ്ങളും സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് വളരെ ശക്തമായിട്ട് നമ്മളോട് പറയുക, നിൻ്റെ വീട്ടും നിൻ്റെ കുടുംബം, നിൻ്റെ ബന്ധങ്ങൾ, പക്ഷെ അതിലൊക്കിനും അപ്പുറത്ത് ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. എല്ലാ ബന്ധങ്ങളും വേണം, പക്ഷെ ആദ്യത്തെ ആശ്രയം ദൈവത്തിലായിരിക്കണം. ആദ്യത്തെ ബന്ധം ദൈവമാണ്. അതുകൊണ്ടാണ് ആദിയിൽ ബന്ധമുണ്ടായിരുന്നുവെന്ന് ഞാനിതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ആ ബന്ധത്തെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ബന്ധങ്ങളെ സൂചിപ്പിക്കാനായിട്ട് കുരിശിനെ തന്നെയാണ് എടുക്കുന്നത്. കുരിശിന് അതിൻ്റെ ലംബ അവസ്ഥ, കുരിശിൻ്റെ ലംബ എന്ന് പറയുന്നത് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. അതിൻ്റെ ഹൊറിസോണ്ടൽ, തിരശ്ശീലമായിട്ടുള്ള അവസ്ഥ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ സുഹൃത്തുക്കളും ഞാനും എൻ്റെ ഈ ലോകവും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ ഈ ബന്ധങ്ങളെ നമുക്ക് ഈ നോമ്പ് കാലത്ത് എങ്ങനെ വിശുദ്ധീകരിക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. മറ്റൊരു കാര്യം പ്രസിദ്ധനായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. ടെലിവിഷനിൽ ആദ്യമായിട്ടൊരു സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത് ഫുൾട്ടൻ ജേഷീനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികളും പ്രസിദ്ധമായ പ്രഭാഷണങ്ങളും അമേരിക്കയിലെ ജനതയെ ഒരു കാലത്ത് വളരെയധികം പ്രചോദിപ്പിച്ചിരുന്നു. ഫുൾട്ടൻ ജേഷീൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്.
പോൾ സ്കോട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെട്ടു. കുഷ്ഠരോഗം പിടിപെട്ടതോടുകൂടി കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിനെ കുഷ്ഠരോഗികൾക്ക് മാത്രമായിട്ടുള്ള ലൂസിയാനയിലെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ആക്കി. പിന്നീട് ആ കുടുംബാംഗത്തെ അവരാരും അന്വേഷിച്ചിട്ടില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അത് കുഷ്ഠരോഗമാണ്, അതങ്ങനെ പോയിക്കോളും, അങ്ങനെയുള്ള ഒരു മന്ദിരത്തിൽ കൊണ്ടുവന്നാക്കിയാൽ പിന്നെ കുടുംബാംഗങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല, അവരായി അവരുടെ പാടായി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം പൂർണ്ണമായിട്ടും മാറി. 6 വർഷത്തിന് ശേഷം അദ്ദേഹം ആ ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെ പുറത്തു വന്ന് എവിടേക്ക് പോകണമെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ന്യൂയോർക്കിലെ കത്തീഡ്രലിൽ ചെല്ലുകയാണ്. ആ പള്ളിയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഫുൾട്ടൻ ജേഷീൻ എന്നുള്ള മെത്രാനെ ഈ പോൾ സ്കോട്ട് കണ്ടത്. ഈ പോൾ സ്കോട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ഏകാന്തപതികനായിട്ട് നിൽക്കുന്നത് കണ്ട് ഫുൾട്ടൻ ജേഷീൻ കാര്യങ്ങൾ അന്വേഷിച്ചു. വർത്തമാനം പറഞ്ഞ് തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഈ മനുഷ്യൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ കഥകൾ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരുമില്ല, ഞാനിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഒരൊറ്റ സുഹൃത്തുക്കൾ പോലും എനിക്കില്ല. ഉടൻ തന്നെ ഫുൾട്ടൻ ജേഷീൻ പറഞ്ഞു, ഇന്ന് നിനക്കൊരു സുഹൃത്തുണ്ട്. അന്ന് മുതൽ ഫുൾട്ടൻ ജേഷീനും പോൾ സ്കോട്ടും വലിയ സുഹൃത്തുക്കളായി. പിന്നീട് ഫുൾട്ടൻ ജേഷീൻ റോച്ചസ്റ്ററിലെ മെത്രാനായി അഭിഷേകം അല്ലെങ്കിൽ ആരോഹണം ചെയ്തപ്പോൾ ആ ചടങ്ങിൽ പോലും ഈ പോൾ സ്കോട്ട് സന്നിഹിതനായിരുന്നു. അദ്ദേഹം പോൾ സ്കോട്ടിനെ പരസ്യമായിട്ട് ചെന്ന് ആലിംഗനം ചെയ്യുന്ന കാര്യങ്ങളും സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം സൗഹൃദം ഫുൾട്ടൻ ജേഷീൻ തെരുവിൽ എന്നോണം കണ്ട ഈ മനുഷ്യനോട് കാണിക്കുന്ന സംഭവം. പ്രിയമുള്ളവരെ, എവിടെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ? ഇന്ന് മുറിവേറ്റ് തെരുവിൽ വീഴുന്ന മനുഷ്യരെ പോലും നോക്കാൻ ആളില്ലാത്ത ഒരവസ്ഥ. ആരും ബാധ്യതയാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ബന്ധങ്ങൾ നമ്മൾക്ക് കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ക്ഷമയുടെയും പൊറുതിയുടെയും ദയാവായ്പിൻ്റെയും ഭാവങ്ങളായിട്ട് മാറണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അമ്മയും മകനും തമ്മിലുള്ള ബന്ധം. ഖലീൽ ജിബ്രാൻ പ്രസിദ്ധമായി അദ്ദേഹത്തിൻ്റെ വരികൾ ഇങ്ങനെയാണ്: ഈ ലോകത്തിലെ ഏറ്റവും മനോജ്ഞമായ പദമാണ് അമ്മ എന്നുള്ള പദം. ഏറ്റവും സുന്ദരമായ സംബോധനയാണ് എൻ്റെ അമ്മേ എന്നുള്ള സംബോധന. അത് ദയാവായ്പിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടിത്തട്ടിൽ നിന്നും കിനിയുന്ന പദമാണ്. ആ അമ്മ ഇന്ന് എവിടെ നിൽക്കുന്നു? ഞാൻ വർഷങ്ങളായിട്ട് മദർ തെരേസ ശിശുഭവനിൽ കുർബാനയ്ക്ക് പോകുന്ന വ്യക്തിയാണ്. അവിടെ ആ നിർമ്മല ശിശുഭവനിലുള്ള ഓരോ കുഞ്ഞിൻ്റെയും ജീവിതത്തിലേക്ക്, പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ചെന്നാൽ അവരുടെ പുറകിലുള്ള അവരുടെ അമ്മമാരുടെ ദുഷ്ടത കാണാനായിട്ട് ചിലപ്പോൾ നമുക്ക് സാധിക്കും. പെറ്റ അമ്മ കുട്ടിയോട് ചെയ്ത ക്രൂരതകളുടെ ചരിത്രം ആ കുട്ടികളുടെ ചരിത്രത്തിലുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി കുഞ്ഞു കുട്ടികളെ ഞാൻ കാണാനും അവരുടെ ജീവിതത്തിലെ വേദനകൾ അറിയാനും ഇടവന്നിട്ടുണ്ട്. അപ്പോൾ പൊറുതിക്കും മാപ്പിനും എല്ലാത്തിനും ഇടം നൽകുന്ന ദൈവത്തെ പോലെ എൻ്റെ സ്വന്തം സഹോദരനെ കാണുവാൻ നമുക്ക് സാധിക്കുന്ന തരത്തിലേക്കായിരിക്കണം നമ്മുടെ ബന്ധങ്ങൾ കൊണ്ടുപോകേണ്ടത്. വളരെ ശക്തമായ ദൈവത്തിൻ്റെ വചനങ്ങൾ. നിൻ്റെ അടുത്ത് നിൽക്കുന്ന നിൻ്റെ സഹോദരനെ കാണാൻ നിനക്ക് കണ്ണുകളില്ലെങ്കിൽ നീ പിന്നെ എങ്ങനെ അദൃശ്യനായ ദൈവത്തെ കാണും? മറ്റൊരു പ്രസിദ്ധമായിട്ടുള്ള സംഭവം, അത് ഷൂൾമാൻ എന്ന് പറയുന്ന പ്രസിദ്ധ ഗ്രന്ഥകർത്താവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. 3 വിദ്യാർത്ഥികൾ ന്യൂജേഴ്സിയിൽ നിന്നും അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഇവർ വളരെ ചിരിച്ച് കളിച്ച് ഉല്ലാസഭരിതരായിട്ട് യാത്ര ചെയ്യുക. അപ്പോൾ ബസ്സിൽ ഇവർ ഒരു ഏകാന്തപതികനായിട്ടുള്ളൊരു മനുഷ്യനെ കാണുന്നു. ഇടയ്ക്ക് ബസ് വിശ്രമത്തിന് വേണ്ടിയിട്ട് നിർത്തിയപ്പോൾ അവർ ചായ കഴിക്കാനായിട്ട് എല്ലാവരും ബസ്സിൽ നിന്നുള്ളവരെല്ലാവരും ഇറങ്ങുന്നു. ഈ 3 വിദ്യാർത്ഥികളും ശ്രദ്ധിച്ചു, ഈ മനുഷ്യൻ മാത്രം ഇറങ്ങുന്നില്ല, അദ്ദേഹത്തിന് ആരോടും അദ്ദേഹം സംസാരിക്കുന്നില്ല. ഇവർ 3 പേരും ചെന്ന് ഈ വ്യക്തിയോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഞാനും ഫ്ലോറിഡയ്ക്ക് യാത്ര ചെയ്യുകയാണ്, കാര്യങ്ങളൊക്കെ അത്രയും പറഞ്ഞു. എന്നിട്ട് ഈ വിദ്യാർത്ഥികൾ ഇദ്ദേഹത്തിനെ ചായ കുടിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കുട്ടികൾ ഫ്ലോറിഡയിൽ കാണാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാചാലമായി സംസാരിക്കുന്ന സമയത്ത്
ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒരു കാലത്ത് ഫ്ലോറിഡയിലാണ് താമസിച്ചിരുന്നത്. കുട്ടികൾക്ക് ആകാംക്ഷയായി. ആഹാ, ഇത്രയും നേരം ഞങ്ങൾ ഫ്ലോറിഡയിലെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നു അദ്ദേഹം ജനിച്ചു വളർന്നതും താമസിച്ചതും ഫ്ലോറിഡയിലാണ്. അപ്പോൾ അവർ ചോദിച്ചു, താങ്കളുടെ കുടുംബം ഇപ്പോൾ അവിടെയുണ്ടോ? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്കറിയില്ല. കുട്ടികൾക്ക് ആകാംക്ഷയെ, അതെങ്ങനെയാണ്? അപ്പോൾ തൻ്റെ പുറകിലുള്ള ദുരന്ത കഥ ഇദ്ദേഹം പറയുകയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കുറ്റകൃത്യത്തിന് വേണ്ടി ഇദ്ദേഹം പിടിക്കപ്പെട്ടു. ആ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി. ഞാൻ ഇനി നിനക്ക് കത്തെഴുതുകയില്ല. കാരണം അദ്ദേഹത്തിന് 2 കുഞ്ഞു മക്കളുണ്ട്. നമ്മുടെ കുഞ്ഞു മക്കൾ വളർന്നു വരുമ്പോൾ ഒരിക്കലും അവരുടെ അപ്പച്ചൻ ഒരു കുറ്റവാളിയാണെന്നും ജയിലിൽ അടയ്ക്കപ്പെട്ട വ്യക്തിയാണെന്നും അവരറിയരുത്. അതുകൊണ്ട് ഭാര്യയ്ക്ക് എഴുതി, ഇനി ഒരിക്കലും നീ എനിക്കോ ഞാൻ നിനക്കോ കത്തെഴുതാൻ പാടില്ല. വർഷങ്ങൾ കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ജയിൽ മോചിതനായി. ആ ജയിൽ മോചിതനായി അദ്ദേഹം വരുന്ന യാത്രയാണ് ഈ വിദ്യാർത്ഥികൾ ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്. അയാൾ പറയുകയാണ്, ഞാൻ ജയിലിൽ നിന്നും ഇറങ്ങുന്നതിനേക്കാളും മുമ്പ് 2-3 ദിവസം മുമ്പ് തൻ്റെ ഭാര്യയ്ക്ക് വീണ്ടും ഒരു കത്തെഴുതിയിട്ട് പറഞ്ഞു, നീ ഇപ്പോഴും നമ്മുടെ പഴയ വീട്ടിലാണോ താമസിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ഇന്ന ദിവസം അതിലൂടെ കടന്നു പോകും. നീ എന്നെ സ്വീകരിക്കുമെങ്കിൽ, നീ എന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ടെങ്കിൽ, നീ അതിന് ഒരടയാളമായിട്ട് നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള ഓക്ക് വൃക്ഷത്തിൽ ഒരു വെള്ളത്തുണി കെട്ടിയിടണം. അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടാണ് ഇദ്ദേഹം യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ദുരന്ത കഥ ഈ വിദ്യാർത്ഥികളോട് പറഞ്ഞ് ഇവർ ബസ്സിൽ കയറി ഫ്ലോറിഡയിലേക്ക് ബസ് വീണ്ടും പോവുകയാണ്. ഇദ്ദേഹം താമസിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ വീട് ജാക്സൺ വില്ലി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ, ആ സ്ഥലത്തോട് അടുക്കാറായപ്പോൾ ഇയാളും കുട്ടികളും ഈ 3 വിദ്യാർത്ഥികളും വളരെ ആകാംക്ഷയോടുകൂടി ഈ പുറത്തേക്ക് നോക്കിയിരിക്കുക. യോക്കുമരത്തിൽ എവിടെയെങ്കിലും വെള്ളത്തുണി ഉണ്ടാവുന്നു. കുട്ടികൾ പ്രാർത്ഥിക്കുക, ആ വെള്ളത്തുണി കണ്ടാൽ മതിയായിരുന്നു എന്ന്. അദ്ദേഹത്തിനോട് അത്രമാത്രം സഹാനുഭൂതിയും സഹതാപവും ഈ കുട്ടികൾക്ക് തോന്നുക. അങ്ങനെ ഇവർ നോക്കിയിരിക്കുമ്പോൾ ജാക്സൺ വില്ലി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോഴേക്കും ഇവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇവർ കാണുന്നത് അവിടെ നിന്ന് തുടങ്ങി വെള്ളത്തുണികൾ തോരണം കെട്ടിയിരിക്കുന്നത് പോലെയാണ്. ആ പ്രദേശത്തുള്ള എല്ലാ വൃക്ഷങ്ങളിലും വെള്ളത്തുണി കെട്ടിയിരിക്കുകയാണ്. ആ സ്ത്രീ തൻ്റെ ഭർത്താവിനെ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൻ്റെ അടയാളമാണ്. പൊറുക്കാനായിട്ടുള്ള ദൈവം നൽകിയിട്ടുള്ള കൃപയാണത്. ദൈവത്തിൻ്റെ നമ്മൾ ഗാനം ആലപിക്കാൻ, ക്ഷമിക്കുന്ന സ്നേഹം ദൈവിക ഭാവമാണെന്നാണ്. ക്ഷമിക്കുന്ന സ്നേഹമാണ് ബന്ധങ്ങളുടെ ഏറ്റവും അടിത്തട്ടിലുള്ളത്. കാരണം പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ഏതൊരു സൗഹൃദത്തിലും ഏതൊരു ബന്ധത്തിലും പ്രശ്നങ്ങൾ വന്നുപെടാം. കാരണം നമ്മൾ മനുഷ്യരാണ്. മാനുഷികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ ഇവിടെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കുലീനതയാണ്, നമ്മുടെ മറ്റുള്ളവരോടുള്ള ആദരവാണ്. ആ ആദരവിൽ ദൈവം നമ്മോടൊപ്പം ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ നമ്മൾ സ്നേഹിക്കുക. അവർക്ക് വേണ്ടി സ്നേഹമെന്ന് പറയുന്നത് ദേവൂസ് കാരിത്താസ് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ആദ്യത്തെ ചാക്രിക ലേഖനമാണ്. അദ്ദേഹം അതിൽ മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: കാമം, സ്നേഹം, അഗാപ്പെ, ഉപവി, 4 തലങ്ങളാണ്. ഏറ്റവും ഉദാത്തമായിട്ടുള്ളത് ഉപവിയാണ്. എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള തലം. മറ്റൊന്നും പ്രതീക്ഷിക്കാതെ, ഞാൻ ഒന്നും തിരികെ പ്രതീക്ഷിക്കുന്നില്ല, എൻ്റെ സഹോദരനെ ഞാൻ പൂർണ്ണമായിട്ടും സ്നേഹിക്കുക. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. കർത്താവ് തന്നെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്, നീ നിന്നെ സ്നേഹിക്കുന്ന നിൻ്റെ സഹോദരനെ, സ്നേഹിതനെ സ്നേഹിക്കുന്നതിൽ എന്താണ് അത്ഭുതം? അങ്ങനെ പാപികളും ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ നീ നിൻ്റെ ശത്രുക്കളോട് ക്ഷമിക്കാനാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധത്തിൻ്റെ ആത്മാർത്ഥത, പരമാർത്ഥമായിട്ടുള്ള ഒരു ഹൃദയം, അതാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ളൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ബന്ധങ്ങളെയും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ചെറുപ്രായത്തിൽ, പ്രത്യേകിച്ച് യുവത്വത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള വൈകാരിക വിക്ഷോഭ തരങ്ങളിൽ പലപ്പോഴും മാതാപിതാക്കളോട് മറുതലിക്കാനും അവരെ തള്ളിപ്പറയാനും ഒക്കെയുള്ള പ്രവണതകൾ നമുക്കുണ്ടാകും.
പക്ഷേ അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ അമ്മ എന്നെ ഒരിക്കലും ചതിക്കുകയില്ല, എൻ്റെ അപ്പൻ എന്നെ ഒരിക്കലും വഞ്ചിക്കുകയില്ല എന്നുള്ള ബോധ്യം അത് ഓരോ യുവാവിൻ്റെയും ഓരോ യുവതിയുടെയും കുടുംബ സ്വത്തായിട്ട് മാറണം. പൂർണ്ണമായിട്ടുള്ള ആത്മാർത്ഥത, അതിനപ്പുറത്തേക്ക് ബന്ധത്തിന് അർത്ഥമില്ല. അവിടെ ഞാൻ എന്നെ തേടുകയല്ല, ഞാൻ അപരനെ തേടുകയാണ് ചെയ്യുന്നത്. അപരൻ എനിക്ക് ദൈവത്തിലേക്ക് എത്തുവാനായിട്ടുള്ള ഒരു കോവണിയാണ്. എൻ്റെ അമ്മച്ചിയും എൻ്റെ അപ്പനും, സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ക്രൈസ്തവരെന്ന നിലയ്ക്ക് ബന്ധങ്ങളിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. വിവാഹം കഴിച്ച ഒരു വ്യക്തി, ഒരു അപ്പനാകട്ടെ അമ്മയാകട്ടെ, തനിയെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുമോ? ഇല്ല. അയാൾ തന്നെ സ്വർഗത്തിലേക്ക് പോയാൽ ഭാര്യയും മക്കളും കാൽമ കെട്ടി തൂങ്ങും. ഞങ്ങളെ ഇവിടെ ആക്കിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ നരകത്തിൽ പറഞ്ഞു അയച്ചിട്ട് താൻ സ്വർഗത്തിലേക്ക് പോകണോ? സാധ്യമല്ല. നമ്മളെല്ലാവരും അപ്പോൾ ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ് ഭാര്യയെയും മക്കളെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോവുക. അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഉത്തരവാദിത്തമാണ് തൻ്റെ ഭർത്താവിനെയും മക്കളെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോവുക. ഒരു പുരോഹിതൻ്റെ ഉത്തരവാദിത്തമാണ് താൻ പ്രവചിക്കുന്ന അല്ലെങ്കിൽ താൻ പ്രവർത്തിക്കുന്ന ആ എല്ലാ വിശ്വാസികളെയും കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക. ഇത് ഐക്യമാണ്. അങ്ങനെ ബന്ധങ്ങൾ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനും അത് ആവിഷ്കരിക്കുവാനുമായിട്ടുള്ള ഇടങ്ങളായിട്ട് മാറുന്നിടത്ത് മാത്രമേ നമ്മുടെ നോമ്പുകാലത്ത് കുരിശിൻ്റെ വഴിയിലൂടെ രക്തത്തിലും വിയർപ്പിലൂടെയും കടന്നു പോകുന്ന കർത്താവിൻ്റെ മുഖം സൗഹൃദത്തിൻ്റെ തുവാലകൾ കൊണ്ട് ഒപ്പി കർത്താവിനെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.